എത്ര ഖസീദുകളാണ് ജീലാനി പാപ്പ ചൊല്ലിയത്. അവിടുത്തെ ഹംദിയ തുസമ്മ ഇൻദൽ അവാമി അൽ ഗൗസിയ വഇൻദൽ ഖവാസി അൽ ഹംദിയ. മഹാന്മാർ എഴുതുകയാണ്, അഹ്മദ് റിള അൽ ഖാദിരി അൽ ഹനഫി ബറാലവി തങ്ങൾ ഈ ഹംദിയെ പറ്റി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അസ്സംസമത്തുൽ ഖുംദിയ ഫി ദബ്ബി അനിൽ ഹംദിയ എന്നതിൻ്റെ പേര്. ആ കിതാബ് നമ്മൾ നോക്കണം, എൻ്റെ കയ്യിലുണ്ട്. ആ കിതാബിൽ പറയുന്ന ഈ ഖസീദയുടെ മഹത്വങ്ങൾ, ഈ ഖസീദ അതിനോട് ബന്ധപ്പെട്ട ഇതിന് 18ലേറെ വിശദീകരണങ്ങൾ ഉറുദു, ഫാർസി, അറബിയിലായി എഴുതപ്പെട്ടത്രേ. ജീലാനി തങ്ങളുടെ അഹ്വാൽ അവിടുത്തെ ഇലാഹിയായ ജസ്ബിൻ്റെ ടൈമിൽ ചൊല്ലിയ ഖസീദയാണ്. അതിന് ഓരോ കുല്ലി ബൈത്തി മിൻഹാ ഖവാസ്, അതിന് ഓരോ ബൈത്തിനും വലിയ വലിയ പ്രത്യേകതകളുണ്ട്, ഫലങ്ങളുണ്ട്. ആ ബെയ്ത്ത് ഒരു വട്ടമെങ്കിലും മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഗ്രാമർ പഠിക്കുന്ന, സർഫുൻ നഹ്വും പഠിക്കുന്ന, അറബി പഠിക്കുന്നു, സർഫുൻ നഹ്വ് മാത്രമല്ല അറബിയത്ത്, മആനിയും ബയാനും ബദിയൊക്കെ അറബിയത്ത്, അത് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരു വട്ടം അത് പതിവാക്കുക. യസീദു ഖുവ്വതുഹു ഫിൽ അറബിയ്യ. എന്നാൽ അറബി സംസാരിക്കാനും മറ്റൊരാളുടെ അറബി ഉൾക്കൊള്ളാനും അതിൻ്റെ ലേഖനങ്ങൾ എഴുതാനുമല്ല കഴിവ് ലഭിക്കുമെന്ന് ഇതിനെപ്പറ്റി എഴുതിയവർ മുഴുവനും എഴുതുകയാണ്. ഹംദിയ ചൊല്ലുന്നവർക്ക് 40 ദിവസം തുടരെ ചൊല്ലിയാൽ സ്വാഹിബഹുൽ ഗൗസൽ അഅ്ളം ജീലാനി തങ്ങളെ കാണാൻ കഴിയുമെന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഖുർആനിൻ്റെ ആഴമായ ആശയങ്ങൾ, ഹദീസിൻ്റെ ആഴമായ ആശയങ്ങൾ ബാഹ്യമായത് മാത്രമല്ല, അത് ഫുതൂഹ് കിട്ടാൻ പറ്റിയ ഖസീദയാണ് ഹംദിയ. നമ്മളെ റാത്തീബിൽ ഹംദിയ ഉണ്ടോ? ഉണ്ട്. സഖാനിൽ ഹുബ്ബുക ഉസാതിൽ വിസാലി ഫഖുൽതു ലിഖംറതി നഹ്വി തആലി. എന്താ രസം! അവിടെ തൈല് കാണാം തആലി എന്നൊരു പ്രയോഗം. ഖത്തറിനത് ഓതുമ്പോൾ അല്ല അൽഫിയൊക്കെ ഓതുമ്പോഴും താലി എന്ന് പറയില്ല എന്നാ അറബിയിൽ. അല്ലേ ഉസ്താദ്? അങ്ങനല്ലേ, താലി എന്ന് പറയാൻ പാടില്ല എന്നാ അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ മനസ്സില. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഖത്തറിനത്തെ ക്ലാസ് എടുത്തപ്പോൾ താലി എന്ന് പറയാൻ പാടില്ല എന്നിങ്ങോട്ട് വന്നപ്പോൾ കുട്ടികളെ കൂടി ഞാനിത് ഹംദിയ കുട്ടികളോട് ചെല്ലാൻ പറഞ്ഞു, നമ്മളെ ജീലാനി നിങ്ങളെ പാട്ടിൽ താലി ഉണ്ടല്ലോ. എനിക്കത് ഓർമ്മയിലുണ്ട്. ഞാൻ കുട്ടികളെ ഇഷ്കാലാക്കണമെന്നുള്ള വിഷയം പറയാതിരുന്ന ഞാൻ പറഞ്ഞു, എൻ്റെ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങൾ താലി പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് നിർബന്ധമായും ലോകത്തിലുണ്ടായിരിക്കും. അത്രയും ആഴമാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നിങ്ങളുടെ അറിവ്. സുബ്ഹാനല്ലാഹ്. ഞാനാ ഭാഗത്ത് നോക്കൽ തുടങ്ങി. കുറേ ഡിക്ഷണറികൾ ചാലിയത്തുണ്ട്. നോക്കി ഒരു ഡിക്ഷണറിയിലും അതിന് ആധാരമില്ല. അവസാനം ഞാൻ കാമൂസിൻ്റെ വിശദീകരണമുണ്ട്, താജുൽ ആറൂസ്, അല്ലാമ മുർത്തദ സബീദി അൽ യമനി എഴുതിയ, അതെടുത്ത് നോക്കിയിട്ട് അങ്ങനെ താലിനെ പറ്റി ചർച്ച ചെയ്ത് ലാസ്റ്റ് പറയുന്നു, അറബി ഭാഷയിൽ ഒരു ലോകത്തുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്, താലി എന്ന് പറയാം. നാം ജീലാനി എന്നല്ല മശായിഖിൻ്റെ വാക്കുകൾ തുടരുത് നാം. ഭാഷയുടെ ആഴങ്ങളിൽ കഴിവുള്ളവർ എല്ലാം നോക്കിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപകടത്തിൽ ചാടും നമ്മൾ. അത് ആദ്യത്തെ വരി തന്നെ താലിയാണ് നാം പഠിച്ച ഗ്രാമറിനെതിരാ ഉണ്ട്, അങ്ങനെ പ്രയോഗമുണ്ടെന്ന് മുർത്തദ സബീദി ലാസ്റ്റ് പറയുന്നുണ്ട്. താലിനെ പറ്റി താല അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. താൽ അപ്പോൾ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവരുടെ ആ ഖസീദ വല്ലാത്ത ബർക്കത്തുള്ള ഖസീദയാണ്. അത് നിത്യമായി ഒരു വട്ടമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ നല്ലത്. അതിനിപ്പോൾ മുതഅല്ലിമീങ്ങളെന്നല്ല, അത് ഖാദിരി ത്വരീഖത്തിൻ്റെ മശായിഖ് ഇജാദത്ത് കൊണ്ടുപോരുന്നത് കാലങ്ങളായി എന്നും ആയിരങ്ങളത് നിത്യമായി പതിവാക്കുന്നു എന്നും മഹാന്മാർ പറയുന്നത് കാണാം.